ശ്രീ ഐസക് ജോൺ, നേരത്തെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഇന്ന് ഇറാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അമേരിക്കയെ സഹായിക്കുന്ന രാജ്യം ഏതായാലും അമേരിക്കയ്ക്ക് വേണ്ടി ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയെ സഹായിക്കുന്ന രാജ്യത്തോടും യുദ്ധം തന്നെയായിരിക്കും ഇറാന്റെ നിലപാടെന്ന്. അത് ഗൾഫ് രാജ്യങ്ങൾക്കൊരു വലിയ ഭീഷണിയാണ്. നോക്കൂ, നമ്മുടെ പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. ആ നട്ടെല്ലാണ് അവിടെ ഒരു പ്രതിസന്ധിയിലായി നിൽക്കുന്നത്. അതിനൊരു പരിഹാരം കാണാൻ പാകത്തിലുള്ള നടപടികൾ ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നുണ്ടോ നമ്മൾ? ഗൾഫ് രാജ്യങ്ങളെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പം വലിയൊരു അവരുടെ ഫോറിൻ പോളിസിയും അവരുടെ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചുള്ള ഒരു ചിന്തനത്തിലാണ് അവർ. ദേ ആർ റീകാലിബറേറ്റിംഗ് ദെയർ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചർ. കാരണം അവർക്ക് മനസ്സിലായത് ഇത് ഓൾ പെർവൈഡിങ് അമേരിക്കൻ സുപ്രമസി ഓർ മിലിറ്ററി മൈറ്റ് ഈസ് നോ ലോങ്ങർ ഇമ്പാക്റ്റ്ഫുൾ എന്ന് അവർക്ക് മനസ്സിലായി. അത് യുദ്ധം തെളിയിച്ചു. അമേരിക്ക സർവശക്തിയാണ്, അതിനെ മറികടക്കാനൊന്നുമില്ല. അവരെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിക്കേണ്ടതില്ല ഒരു ധാരണ, അത് വിദ്യാധാരണയായിട്ട് മാറി ഇറാൻ്റെ മുമ്പിൽ അമേരിക്ക മുട്ടുമടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഈ 4.5 മാസത്തോളം നീണ്ടു നിന്ന യുദ്ധം അതാണ് വെളിപ്പെടുത്തിയത്. ഇപ്പോൾ അമേരിക്ക നേരത്തെ അവർ ഡോളറിനെ വെപ്പണൈസ് ചെയ്ത പോലെ ഇറാൻ സ്റ്റേറ്റ് ഓഫ് ഹോർമോൺസിനെ വെപ്പണൈസ് ചെയ്തതോടുകൂടി അത് ഇതിനോട് പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ട്രംപ് എന്ത് ചെയ്തു, വേറെ ഏത് കാര്യത്തിൽ ഈവൻ ഫോറിൻ ഡിപ്ലോമസിയെ പോലും പുള്ളി ഒരു കച്ചവട ചരക്കാക്കി മാറ്റി, അല്ലെങ്കിൽ അത് ബിസിനസ് ഡീലാക്കി മാറ്റി, ഒരു ട്രാൻസാക്ഷൻ ആക്കി മാറ്റി. അതുകൊണ്ടാണല്ലോ ആദ്യമേ തുടങ്ങിയപ്പം തന്നെ അദ്ദേഹത്തോടുള്ള എല്ലാ അലൈസിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ടാരിഫ് വാർ നടത്തി. അത് കഴിഞ്ഞ് ഇപ്പോൾ എന്ത് ചെയ്തു, ടോൾ ബൂത്ത് തുടങ്ങി. ഇവിടെ ഹോർമൂസിൽ തുടങ്ങാൻ പോയി. 20% അതിലേക്ക് പോകുന്ന സാധനങ്ങളുടെ വില 20% അമേരിക്ക അടക്കി. ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറിയെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള US-ൻ്റെ തെറ്റായ സമീപനങ്ങളും അബദ്ധജടിതമായ തീരുമാനങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ ഒരു പുനർചിന്തനത്തിന് അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലായി ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ തങ്ങളുടെ അസ്തിത്വത്തിനെ തന്നെ ബാധിക്കുമെന്നും അത് ഒരു ലോങ് ടൈം ആയിട്ട് അവർക്ക് ഒരിക്കലും ഇറാനെ പിണക്കിക്കൊണ്ട് ഇറാനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫ്രെയിംവർക്ക് ഗൾഫിൽ സാധ്യമല്ല എന്ന് വളരെ കൂടുതലായിട്ട് അവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴ്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2-3 രാജ്യങ്ങൾ ഇപ്പം ഇറാനുമായിട്ട് വളരെ വർഷങ്ങളായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ശത്രുതയിൽ കഴിയുന്ന 2 രാജ്യങ്ങൾ, UAE-യും സൗദി അറേബ്യയും, ഡയറക്റ്റായിട്ട് ഒരു മധ്യസ്ഥരുമില്ല, ഡയറക്റ്റായിട്ട് ഇറാനുമായിട്ടൊരു ലോങ് ടൈം ഒരു സെക്യൂരിറ്റി പാക്റ്റ് അല്ല പറഞ്ഞ ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അതില്ലെങ്കിൽ അവരുടെ സർവൈവൽ തന്നെ വളരെ ബുദ്ധിമുട്ടായി തീരും. കാരണം UAE ആയാലും സൗദി അറേബ്യ ആയാലും അവരുടെ എക്കോണമിയുടെ സ്ട്രെങ്ത് വെറും ഓയിൽ മാത്രമല്ല, അവിടുത്തെ ടൂറിസം മേഖല, പ്രത്യേകിച്ച് UAE സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ടൂറിസം മേഖല ശക്തമായ ഒരു ബാക്ക് ബോണാണ്. അതുപോലെ തന്നെ അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് സെക്ടർ, ബാക്കിയുള്ള വിദേശ നിക്ഷേപകർ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്പന്നരായ ആൾക്കാർ ഒരു പറുദീസയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു UAE. പക്ഷേ അതിനൊക്കെ ഇപ്പോൾ ഒരു വിരാമം വന്നിട്ടുണ്ട് ഈ യുദ്ധം. അതുകൊണ്ട് ഇറാനിൽ നിന്ന് ഒരു ചെറിയ ഡ്രോൺ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ മതി, ആ ആൾക്കാരുടെ മനസ്സിലുള്ള ചിന്താഗതി തന്നെ മാറും. ഈ UAE അതുപോലെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ അവരെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് എ സ്റ്റേബിൾ ആൻഡ് പീസ്ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നുള്ള ഒരു ധാരണയെ പറഞ്ഞ് അതിന് ആഘാതം സംഭവിച്ചു കഴിഞ്ഞു. അതിന് ആഘാതം സംഭവിച്ചെന്നാൽ ഇറ്റ് ഈസ് നോട്ട് എ ഷോർട്ട് ടൈം തിങ്, ലോങ് ടൈമായിട്ട് അതിൻ്റെ ഒരു കോൺസിക്വൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് അവർക്ക് മനസ്സിലായി അമേരിക്കയുടെ പവർ, ആ പവർ ഒരു സൂപ്പർ പവർ അല്ല അമേരിക്കയെന്നും അതിനെ പൊളിച്ചെഴുത്താൻ ഇറാനെ പോലെ അമേരിക്ക നേരത്തെ ഒരു കേക്ക് വാക്കാണ് അവർ ആഗ്രഹിച്ചിരുന്നത്, ഇതെല്ലാം പെട്ടെന്ന് തീരുമെന്നുള്ളത്. പക്ഷേ അവർക്ക് മനസ്സിലായി അവർക്ക് ഊരാൻ പറ്റാത്ത ഒരു ആപ്പിൽ അവർ പെട്ടുപോയി, തല പെട്ടുപോയെന്ന് ട്രംപിന് മനസ്സിലായി. അപ്പം മാത്രമല്ല, ഇനിയിപ്പോൾ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് മാത്രമല്ല പ്രശ്നം. ഇവിടെ ഇറാൻ്റെ കയ്യിൽ വേറൊരു ആയുധമുണ്ട്, അത് ഇതുവരെ എടുത്തിട്ടില്ല. വേറെ ഇതേപോലുള്ള സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ഉണ്ട്, ബാബൽ മെൻഡേബ് എന്ന് പറയും. അതായത് ഹോൺ ഓഫ് ആഫ്രിക്കയിൽ എറിട്രിയയുടെ യമൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ അവിടെയുള്ള പ്രോക്സീസ്, ഇറാന്റെ പ്രോക്സീസ് യമനിലുള്ളവർ വിചാരിച്ചു കഴിഞ്ഞാൽ റെഡ് സീയിലേക്കുള്ള കച്ചവടം അത് സംഭവിക്കും. അത് സംഭവിക്കുകയാണെങ്കിൽ ഇത് ഇപ്പം ഉണ്ടാകുന്നതിൽ കൂടുതലും വലിയ പ്രത്യാഘാതങ്ങൾ, ഇംപ്ലിക്കേഷൻസ് വേൾഡ് വൈഡ് എക്കോണമിയിലുണ്ടാവും.
വേൾഡ് വൈഡ് എക്കോണമി ഇപ്പം തന്നെ വേൾഡ് ബാങ്കിൻ്റെ അതൊക്കെ അനുസരിച്ച് അവർ വീണ്ടും അത് കുറച്ചു, ഗ്രോത്ത് കുറച്ചു. UAE GCCയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് വേൾഡ് ബാങ്ക് ചെയ്തേക്കുന്ന 4.6 നിന്ന് 1.3% ആയിട്ട് മാറ്റി ഗ്രോത്ത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി ഇത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് സീറോയിലേക്ക് വരും. ഗ്രോത്ത് ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അത് വളരെ ഭയാനകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഗൾഫിലെ ജോലി ഇവിടെ പ്രത്യേകിച്ചും ഗൾഫിൽ ഇപ്പം എത്ര ഇന്ത്യക്കാരുണ്ടെന്ന് ഏകദേശം ഒരു കണക്കൂട്ടുകാരുണ്ടെങ്കിൽ ഇന്ത്യക്കാരല്ല, മലയാളികളുടെ കാര്യം നമുക്ക് പറയാം. മലയാളികൾ ഇപ്പോൾ ഗൾഫിലുള്ള മലയാളികൾ ഏകദേശം ടോട്ടൽ ലോകത്ത് മൊത്തമുള്ള മലയാളികളുടെ 3.5 മില്യൺ, അതായത് 35-37 ലക്ഷം ഉണ്ടെങ്കിൽ അതൊരു 2.5-3 മില്യണോളം, ഏകദേശം 2.5 കൂടുതൽ മില്യൺ, അതായത് 25 ലക്ഷത്തിൽ കൂടുതൽ, 27 ലക്ഷത്തോളം ഗൾഫിലാണുള്ളത്. അതിൽ കൂടുതലും UAE-യിലാണുള്ളത്. അപ്പം അവരുടെ ഇങ്ങോട്ടുള്ള റെമിറ്റൻസ് കുറയും. കഴിഞ്ഞ വർഷം ഗൾഫിൽ നിന്ന് വന്നത് എത്രയാണെന്നറിയോ? 2,16,000 കോടി രൂപ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഈ വർഷം നോക്കുക, അത് വളരെയേറെ കുറയും. അടുത്ത വർഷം അതിലും കുറയും. അങ്ങനെ വരുന്നുണ്ട് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അത് സാരമായി ബാധിക്കും. അത് സാരമായി ബാധിക്കുകയാണ്. അപ്പം ഇത് എത്രയും പെട്ടെന്ന് നിന്നില്ലെങ്കിൽ പിന്നെ ഇത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. നമ്മുടെ പല ഗൾഫിലെ പ്രവാസികൾക്ക് ഇവിടെ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അത് കേരളത്തെയാണ് ഏറ്റവും കൂടുതൽ, ഇന്ത്യ സ്റ്റേറ്റുകളിൽ വെച്ച് കേരളത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു ഒരു ഒരു പ്രതീക്ഷ ഇതാണ്. ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസികളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു റിവൈവൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതായത് സമ്മർ ഡള്ളാണ്, ഡൾ സീസണാണ് ഇപ്പോഴേ, ജൂലൈ ഓഗസ്റ്റ്. അത് കഴിഞ്ഞാൽ സെപ്റ്റംബർ ആകുമ്പോൾ സ്കൂളുകൾ തുറക്കുകയും ഒരു പുതിയ ഒരു റിവൈവൽ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന, അതായത് അവിടുത്തെ ടൂറിസം വീണ്ടും തിരിച്ചു വരും, ഹോട്ടൽസ് വീണ്ടും തുറക്കും, പിന്നെ കൂടുതൽ എക്സിബിഷൻസും കോൺഫറൻസുകളും ബാക്കിയുള്ള കാര്യങ്ങളും വരും. ഇതൊക്കെയുള്ള സ്വപ്നങ്ങളായിരുന്നു, അല്ല പ്രതീക്ഷകളായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് ഒരു വലിയൊരു മങ്ങലേറ്റിരിക്കുകയാണ്. അതാണ് ഈ യുദ്ധത്തിൻ്റെ ഇത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് വളരെ വല്ലാത്ത രീതിയിൽ തന്നെ നമ്മളെല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറും.